കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്ന പല്ലവി നിർത്തണം. രണ്ടാം പിണറായി സർക്കാർ പൂർണ്ണ പരാജയം. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ പരാജയമെന്ന് പ്രതിനിധികൾ വ്യക്തമാക്കി. പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതും പാലിച്ചില്ല. ലൈഫ് പദ്ധതി പാളി. കേന്ദ്രത്തിന്റെ സഹായം കിട്ടുന്നില്ലെന്ന പല്ലവി നിർത്തണം. അഞ്ചൽ, ശൂരനാട്, പുനലൂർ ഏരിയ കമ്മിറ്റികളാണ് വിമർശനം ഉന്നയിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. EPയുടേത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന് വിമർശിച്ച സമ്മേളനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ EPയുടെ വെളിപ്പെടുത്തൽ തിരിച്ചടിയായെന്നും വിലയിരുത്തി. സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികളാണ് EPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെയും പ്രതിനിധികൾ രംഗത്ത് വന്നു. മുകേഷിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദ്യമുന്നയിച്ച പ്രതിനിധികൾ മറ്റാരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടായില്ലായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. ചടയമംഗലത്ത് നിന്നുള്ള പ്രതിനിധികളാണ് വിമർശനം ഉന്നയിച്ചത്. കൂടാതെ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരെയും വിമർശനം ഉയർന്നു. തൃശൂരിൽ നടന്ന ജാഥയിൽ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയത് ശരിയായില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. മൈക്ക് ഓപ്പറേറ്ററോട് പെരുമാറിയ രീതി അംഗീകരിക്കാനാകില്ലെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാതൃകാപരമല്ലെന്നുമാണ് പ്രവർത്തകരുടെ പ്രധാന വിമർശനം. പാർട്ടിയിലെ മേൽത്തട്ടിലെയും താഴ്ത്തട്ടിലെയും ജനപ്രതിനിധികൾക്ക് ഇരട്ട നീതിയാണെന്നും വിമർശനം ഉയർന്നു. MLAമാരായ MV ഗോവിന്ദനും V ജോയ്ക്കും സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമാകാം. എന്നാൽ പഞ്ചായത്ത് അംഗമായ വ്യക്തിക്ക് ലോക്കൽ സെക്രട്ടറി ആകാൻ സാധിക്കില്ല എന്നത് എന്ത് നീതിയാണെന്നും പ്രതിനിധികൾ ചോദിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നടത്തിയ മരപ്പട്ടി പരാമർശത്തിനെതിരെയും സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ എന്ന ചോദ്യവും സമ്മേളനത്തിൽ ഉയർന്നു. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകാൻ ചുക്കാൻ പിടിച്ചത് CPM ആണ്. ഇന്ത്യ മുന്നണിയിൽ CPM ഉണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു.